ഹായ് ഫ്രണ്ട്സ്, ടോപ്സ്ക്രൈബിൻ്റെ ടാലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ഗോഡൗൺ ക്രിയേഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഗോഡൗൺസുകൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഷോപ്പാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് സ്റ്റോക്കിൻ്റെ മെയിൻ ലൊക്കേഷൻ നമുക്ക് നിലവിൽ നമ്മുടെ ഷോപ്പ് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ മെയിൻ ലൊക്കേഷനായിട്ടും നമ്മുടെ സ്റ്റോക്കുകളെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയർ ഹൗസുകളോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രാഞ്ചോ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ഗോഡൗൺ നിന്നാണ് പോയത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾക്ക് ജില്ലകളെ ബേസ് ചെയ്തുകൊണ്ട് ഗോഡൗണുകൾ ഉണ്ടാവും. പക്ഷേ ഒറ്റ കമ്പ്യൂട്ടർ ലിങ്ക് ചെയ്തതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഏത് ഗോഡൗൺ നിന്നാണ് പോയത്, നിലവിൽ ആ ഗോഡൗണിൽ അവിടെ എത്ര സാധനങ്ങളുണ്ട്, ഈ ഗോഡൗണിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ടാലിയിൽ സെപ്പറേറ്റ് ഗോഡൗൺ സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ടാലിയിൽ ഗോഡൗണുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ടോപ്സ്ക്രൈബിൻ്റെ ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം ഞങ്ങളുടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും വേണം. ടെലഗ്രാമിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ അതിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പാർട്ടുകളിലേക്ക് പോവാം. അതിനുവേണ്ടി ടാലി നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. നമ്മുടെ ടോപ്സ്ക്രൈബിൻ്റെ ടാലി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാലിയിലെ F11 നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തേണ്ടത്. F11 ഫീച്ചേഴ്സ് എന്നുള്ള നമ്മുടെ ആ ഒരു പാർട്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ആ F11 ഇൻവെൻട്രി ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻവെൻട്രി ഫീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാറ്റുട്ടറി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ ഇൻവെൻട്രി ഫീച്ചേഴ്സാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ ജനറലിൽ തൊട്ട് താഴെ കാണുന്ന സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളിൽ നമുക്ക് ഫസ്റ്റിൽ അതിൽ ഓപ്ഷൻ കാണാം മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്നുള്ളത്. ഇവിടെ വന്ന് ഇത് യെസ് എന്നാക്കി നമ്മളിത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ മാസ്റ്ററിൽ പോയി ഇൻവെൻട്രി ഇൻഫോ എടുത്താൽ നമുക്കവിടെ ഗോഡൗൺസ് എന്നുള്ള ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ F11 വന്നുകൊണ്ട് നമ്മൾ ഫീച്ചേഴ്സ് ആക്റ്റീവ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ ഗോഡൗണിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുള്ളൂ. നമുക്കതൊന്നുകൂടി ഒന്ന് നോക്കാം. നമ്മളിവിടെ F11 ഓപ്പൺ ചെയ്യുക, ഇൻവെൻട്രി എടുക്കാം. ഇത് ഇവിടെ നോ കൊടുത്താൽ നമുക്ക് ഇൻവെൻട്രി ഇൻഫോയിൽ യൂണിറ്റ് മെഷറിൻ്റെ തൊട്ട് താഴത്ത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഗോഡൗൺസ് എന്നുള്ള ഓപ്ഷൻ നമുക്കവിടെ ഹൈഡായിട്ട് പോകും. അപ്പോൾ നമുക്ക് അത് ആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെൻട്രി ഇൻഫോയിൽ വന്ന് ഗോഡൗൺ ആക്ടിവേഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഗോഡൗൺ എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. ഇവിടെ നിലവിൽ നമുക്കുള്ളത് ഡിസ്പ്ലേയിൽ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ ഗോഡൗൺ ആണ് ഉള്ളത് എന്ന് കാണാൻ പറ്റും. ഇപ്പം നമുക്കൊരു ഗോഡൗൺ മാത്രമാണ്. ഇനി നമ്മൾ ഓരോ ജില്ലയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗോഡൗൺ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ കാലിക്കറ്റ് എന്ന് കൊടുക്കുകയാണ്. നമ്മളൊരു ഗോഡൗൺ ആണ്, പ്രൈമറി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് എറണാകുളത്ത് ഒരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ പോയാൽ നമ്മുടെ ഗോഡൗണുകളെ കാണാൻ പറ്റും. ഇനി നമ്മളൊരു പർച്ചേസ് ബില്ല് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഒരു സെയിൽ ബില്ല് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഹാർഡ്വെയറിൻ്റെ ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കും ഏത് ഗോഡൗൺ എന്നാണ് നമ്മുടെ മെറ്റീരിയൽ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഗോഡൗണ് നമ്മൾ മാറിക്കൊടുത്താൽ നമ്മുടെ സ്റ്റോക്കിനേക്ക് അത് ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഗോഡൗൺ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് പോയാൽ കാലിക്കറ്റ് എന്നാണ് ഫസ്റ്റ് വരിക. കാരണം നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പ്രകാരമാണ് വരിക. അപ്പോൾ ഓരോ അക്ഷരങ്ങളും അതിനനുസരിച്ചാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് കൊടുത്താൽ അത് മൈനസ് ആണെന്ന് അവിടെ ഓൾറെഡി നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ലൊക്കേഷനിലാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക. ഇനി ആ ഒരു ഗോഡൗൺ ക്രിയേഷൻ്റെ മറ്റു ചില പാർട്ടുകളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.